Hi friends, welcome to my channel. So ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ എങ്ങനെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറേ പഴയ ലാപ്ടോപ്പൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ അത് സ്ലോ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വഴി നമ്മൾക്കത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാനായിട്ട് സാധിക്കും. സോ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷൻസ് ഡിസേബിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടാസ്ക് മാനറിൽ പോയതിന് ശേഷം സ്റ്റാർട്ടപ്പ് എന്നൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണിക്കും. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ഡിസേബിൾ ചെയ്യുക. ഓക്കെ, രണ്ടാമത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളുടെ പവർ ഓപ്ഷനിൽ ഹൈ പെർഫോമൻസ് മോഡ് എനേബിൾ ചെയ്യുക. അതിനുവേണ്ടി വിൻഡോസിൻ്റെ സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്കിവിടെ സിസ്റ്റം എന്നൊരു ഓപ്ഷൻ കാണിക്കും. സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ പവർ ആൻഡ് സ്ലീപ്പ് എന്നൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ അഡ്വാൻസ് പവർ സെറ്റിംഗ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും. ഡീഫോൾട്ടായിട്ട് ബാലൻസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. നമ്മളത് മാറ്റി ഹൈ പെർഫോമൻസ് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈ പെർഫോമൻസ് മോഡിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മൂന്നാമതായിട്ട് നമുക്ക് കുറച്ച് ട്വീക്കുകളാണ് ചെയ്യേണ്ടത്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ അഡ്വാൻസ് സിസ്റ്റം സെറ്റിംഗ്സ് ഉണ്ട്. ആ ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ കാണിക്കും. ഇവിടെ അഡ്വാൻസിനകത്ത് പെർഫോമൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ കാണിക്കും. ഡീഫോൾട്ടായിട്ട് വിൻഡോസ് ചൂസ് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതുമായിട്ട് നമ്മൾ കസ്റ്റം കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മാത്രം എനേബിൾ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ മുകളിൽ അഡ്വാൻസ് ഒരു ഓപ്ഷൻ ഉണ്ട്. അഡ്വാൻസിൽ പോകുക. അതിനുശേഷം താഴെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, പ്രോഗ്രാമും ബാക്ക്ഗ്രൗണ്ട് സർവീസും. ബാക്ക്ഗ്രൗണ്ട് സർവീസ് ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ പ്രോഗ്രാം കൊടുക്കുക. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ സിസ്റ്റം സെറ്റിംഗ്സിനകത്ത് സിസ്റ്റം പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് മാനുവലി ഓഫ് ചെയ്യുക. അതൊക്കെ പെർഫോമൻസ് കൂട്ടാനായിട്ട് സഹായിക്കും. ഓക്കെ, പിന്നീട് റിമോട്ട് ഉണ്ട്. റിമോട്ടിനകത്ത് നമ്മളിത് ഡീഫോൾട്ട് ടിക്ക് ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി അൺടിക്ക് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഓക്കെ, മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളുടെ വിൻഡോസിൻ്റെ സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സിനകത്ത് ആപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണിക്കും. ഈ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഇങ്ങനെ നമുക്ക് കുറച്ച് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നാലാമത് ചെയ്യാൻ സാധിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സർവീസസ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനിടെ നമ്മളുടെ സെർച്ചിനകത്ത് റൺ എന്നുള്ള കമാൻഡ് എടുക്കുക. അതിനുശേഷം അതിനകത്ത് msconfig എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓക്കെ എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ വരും. ഈ വിൻഡോയ്ക്കകത്ത് മുകളിൽ നമുക്ക് സർവീസ് ഒരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് സർവീസ് കാണിക്കും. ഓക്കെ, ഇവിടെ താഴെയായിട്ട് ഹൈഡ് ആൾ മൈക്രോസോഫ്റ്റ് സർവീസ് ഉണ്ട്. അത് കൊടുക്കുക. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് സർവീസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത സർവീസ് ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഡിസേബിൾ ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളടുത്ത് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചോദിക്കും. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കും. ഇതുവഴി നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടർ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടും റെസ്പോൺസീവായിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് നമ്മളുടെ കമ്പ്യൂട്ടർ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ സഹായിക്കുന്ന ടിപ്സുകൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.